സിസ്റ്റർ എന്നോട് മോദിക്കയർ ബിസിനസ് പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തിന് മോദിക്കയറിന് പ്രൊഡക്റ്റ് വാങ്ങണം? കാരണം ഞാൻ ഓൾറെഡി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്. എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ എല്ലാ മാസവും അവിടെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഞാൻ എന്തിനാണ് മോദിക്കയർ പ്രൊഡക്റ്റ് വാങ്ങേണ്ടത്? എന്തിനാണ് എൻ്റെ ഷോപ്പ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ എൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചു, ഓക്കെ, നീ ഒരു ഷോപ്പിൽ പോയി ഒരു 10 രൂപയുടെ പ്രൊഡക്റ്റ് എത്ര രൂപക്കാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 10 രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ 10 രൂപ തന്നെയാണ് വാങ്ങുന്നത്. സിസ്റ്റർ പറഞ്ഞു ശരി. എന്നോട് പറഞ്ഞു, നീ ഒരു റീറ്റെയിലറിൻ്റെ അടുത്ത് നിന്നാണല്ലോ ഈ ഷോപ്പ് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ പ്രൊഡക്റ്റ് ആ റീറ്റെയിലറിന് 9 രൂപ കിട്ടിയിരിക്കുമായിരിക്കും. ആ 9 രൂപ കിട്ടിയ പ്രൊഡക്റ്റാണ് അദ്ദേഹത്തിന് ലാഭവും കൂടി ചേർത്തിട്ട് എനിക്ക് 10 രൂപ വരുന്നത്. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ നീ 9 രൂപയുടെ പ്രൊഡക്റ്റ് അല്ലേ 10 രൂപ കൊടുത്ത് വാങ്ങിയത്? എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനോട് ശരിയാണ്, ഓക്കെ, അദ്ദേഹത്തിന് ലാഭം കൂടി അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരി. ഇനി സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റീറ്റെയിലറിന് പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു ഹോൾസെയിലറിനാണ്. അദ്ദേഹത്തിന് 8 രൂപ കിട്ടിയ പ്രൊഡക്റ്റ് ആയിരിക്കും അദ്ദേഹം 9 രൂപയ്ക്ക് റീറ്റെയിലറിന് കൊടുക്കുന്നതും 10 രൂപയ്ക്ക് എനിക്ക് തരുന്നതും. അപ്പോൾ യഥാർത്ഥത്തിൽ 8 രൂപയുടെ പ്രൊഡക്റ്റ് അല്ലേ ഞാനിവിടെ 10 രൂപ എടുത്ത് വാങ്ങിയത്? ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്. ഞാൻ പിന്നെ ഒന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നീട് സിസ്റ്റർ പറഞ്ഞു, ഈ പ്രൊഡക്റ്റ് ഹോൾസെയിലറിന് അടുത്തെത്തുന്നതിന് മുമ്പായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ, ഒരു ഗോഡൗണിൽ വന്ന് എത്തുന്നുണ്ട്. അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ പ്രൊഡക്റ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവർക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നത് 6 രൂപക്കോ 5 രൂപക്കോ മറ്റും ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 6 രൂപയുടെ പ്രൊഡക്റ്റ് അല്ലേ ഞാനിവിടെ 10 രൂപ എടുത്ത് വാങ്ങിയത്? എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനൊന്നും വേണ്ടിയില്ല. എന്നോട് ചോദിച്ചു, നീ ഒരു പ്രൊഡക്റ്റിനെ പരസ്യം കണ്ടിട്ടുണ്ടോ? ഈ പ്രൊഡക്റ്റിനെ പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്ന സെലിബ്രിറ്റീസ് ഫ്രീ ആയിട്ടാണോ അഭിനയിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ ഒരിക്കലും അല്ല. അവർക്കും അതിൽ നിന്ന് ലഭിക്കാണ്ട് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് മിനിമം 1 രൂപ വെച്ചിട്ട് അവർക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ അപ്പോൾ ഈ ഒരു 5 രൂപയുടെ പ്രൊഡക്റ്റ് അല്ലേ നീ ഏകദേശം ഒരു 10 രൂപ എടുത്ത് വാങ്ങിയത് എന്ന് ചോദിച്ചു. ഞാൻ ചിന്തിച്ചു, സംഭവം ശരിയാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ചിന്തിക്കണമെങ്കിൽ ഈ ഒറ്റ പ്രൊഡക്റ്റ് അല്ല, ഇത്രയും നാൾ കൊണ്ട് വാങ്ങി അത്രയും പ്രൊഡക്റ്റിനെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ സംഭവം ശരിയാണെങ്കിൽ ഞാൻ ചോദിച്ചു, എല്ലായിടത്തും ഇങ്ങനെ തന്നെ അല്ലേ, ഈ ഒരു സിസ്റ്റം തന്നെ എല്ലാവരും ഫോളോ ചെയ്യുന്നത്, മോദിക്കയറിൽ ഇങ്ങനെ അല്ലേ എന്നുള്ളത് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, അല്ല, മോദിക്കയറിൽ ഇങ്ങനെ അല്ല. മോദിക്കയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് നേരിട്ട് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം എന്ന് പറഞ്ഞു. നേരെ മറിച്ച് നമ്മൾ നോർമൽ ഷോപ്പിൽ കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു, പിന്നെ ഗോഡൗണിലേക്ക് എത്തുന്നു, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്തേക്ക് എത്തുന്നു, ഹോൾസെയിലിൻ്റെ അടുത്ത് എത്തുന്നു, റീറ്റെയിലറുടെ അടുത്ത് എത്തുന്നു, എന്നിട്ടാണ് കസ്റ്റമറായ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. പക്ഷേ നേരെ മറിച്ച് ഡയറക്റ്റ് സെല്ലിംഗ് മോദിക്കയറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് കൊള്ളാലോ സിസ്റ്റം, ഇത് പുതിയ സിസ്റ്റം വല്ലതും ആണോ എന്നുള്ളത് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, ഇത് വർഷങ്ങളായിട്ടുള്ള സിസ്റ്റമാണ്. ഇന്ത്യയിൽ ഇത് ആരംഭിച്ചത് 1996 മോദിക്കയർ എന്ന് പറയുന്ന കമ്പനിയാണ് കൊണ്ടുവന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി മോദിക്കയറാണ്. 1996 തുടങ്ങി 26 വർഷമായെന്നുള്ള എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്റം കേട്ടിട്ട് കൊള്ളാം, ഒരു ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ കസ്റ്റമറിലേക്ക് ഉൽപ്പന്നം എത്തുന്നു, ശരി ആയിക്കോട്ടെ, പക്ഷേ എനിക്കെന്താണ് ഇതിൽ ലാഭം എന്നുള്ളത് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ സിസ്റ്റർ എടുത്ത് പറഞ്ഞു, ഇത്രയും ഇപ്പോൾ പറഞ്ഞ പോലെ ഞാനൊരു ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എനിക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കാര്യമായിട്ട് ഡിസ്കൗണ്ട് ഒന്നും ലഭിക്കാറില്ല, ഞാൻ MRP ഇവിടെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. പക്ഷേ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, മോദിക്കയറിൽ 47% ഡിസ്കൗണ്ട് പ്രൊഡക്റ്റ് വാങ്ങാം. ഞാൻ ഒരു 47% ഡിസ്കൗണ്ടോ? കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഇതിന് മുമ്പ് എവിടെയും കേട്ടിട്ടുള്ള 47% ഡിസ്കൗണ്ടിൽ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ സിസ്റ്റർ 47% ഡിസ്കൗണ്ടിൽ കിട്ടും. ഞാൻ ചോദിച്ചു, എങ്ങനെയാണത് കിട്ടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഒരു എക്സാമ്പിൾ പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് ഇമാജിൻ ചെയ്യുക, നീ ഒരു 4000 രൂപയായിട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ പോകാമെന്ന് ഇമാജിൻ ചെയ്യുക. എക്സാമ്പിൾ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഓർത്തു ശരി ആയിക്കോട്ടെ. 4000 രൂപ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് വന്നു. അവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു 4000 രൂപ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാൻ കൗണ്ടറിൽ വെച്ചിരിക്കുകയാണ്. ഈ 4000 രൂപ പ്രൊഡക്റ്റ് എനിക്ക് വേണം. പക്ഷേ ബില്ല് ചെയ്യാൻ നേരത്ത് എനിക്ക് അപ് ടു 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നു പറഞ്ഞാൽ, അതായത് ആവറേജ് ഒരു 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അതായത് 4000 രൂപ പ്രൊഡക്റ്റ് എനിക്ക് ഏകദേശം ഒരു 3350 രൂപ കൊടുത്താൽ മതിയാവും എന്ന് പറഞ്ഞു. ബാക്കി 650 രൂപ എൻ്റെ പോക്കറ്റിൽ. അതിനോടത്ത് അതുകൊള്ളാലോ, സ്പോട്ടിൽ നമുക്ക് 15% ഡിസ്കൗണ്ട് കിട്ടും. നമ്മൾ കൊള്ളാമെന്ന് പറഞ്ഞു. എൻ്റെ സിസ്റ്റർ പറഞ്ഞു, ഇനി ഓക്കെ, ഈ ഒരു 3350 രൂപക്കാണല്ലോ നീ പ്രൊഡക്റ്റ് വാങ്ങിയത്, ഈ 3350 രൂപ 10% ഫ്രീ പ്രൊഡക്റ്റ് നിനക്ക് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് 3000 രൂപ ഉൽപ്പന്നം വാങ്ങി എന്നുള്ളതാണ്. ഒരുമിച്ച് 1000 രൂപ ഉൽപ്പന്നം വാങ്ങിയ 100 രൂപ ഉൽപ്പന്നം, 2000 രൂപ വാങ്ങിയ 200 രൂപ ഉൽപ്പന്നം, 3000 രൂപ വാങ്ങിയ 300 രൂപക്കും 5500 രൂപ ഉൽപ്പന്നവും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു 300 രൂപ പ്രൊഡക്റ്റ് പിന്നെയും ഫ്രീ കിട്ടി. അതായത് 650 രൂപ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് പിന്നെ ഒരു 300 രൂപ പ്രൊഡക്റ്റ് പിന്നെയും ഫ്രീ ലഭിച്ചു. ഇനി പറഞ്ഞു, ഇനി അടുത്തത് ക്യാഷ് ബാക്ക് ആയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 80 രൂപ വരും എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ക്യാഷ് ബാക്ക് ഇത് ഞാൻ ചോദിച്ചു ഇത് പോയിൻറ്റ്സ് എന്തെങ്കിലും ആണോ, കാരണം യൂഷ്വലി അങ്ങനെയുള്ളൂ, ഈ പോയിൻറ്റ്സ് ആയിട്ട് അടുത്ത മാസം നിങ്ങളുടെ അടുത്ത് തന്നെ വന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് അങ്ങനത്തെ പോയിൻറ്റ്സ് ആണോ എന്ന് ചോദിച്ചു. എൻ്റെ സിസ്റ്റർ പറഞ്ഞാൽ അല്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് വരുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ലാഭിച്ചു, ഒരു 80 രൂപയ്ക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നു പറഞ്ഞു. ഒരു 5% to 11%, അതായത് മിനിമം 5% ക്യാഷ് ബാക്ക് ഒരു 80 രൂപയ്ക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഇനി അടുത്തതൊരു സൂപ്പർ ബോണസ്, സമീർ മോദി സൂപ്പർ ബോണസ് എന്ന് പറയുന്ന ബോണസിൻ്റെ പേരിൽ ഒരു 250 rupees കൂടി പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നു പറഞ്ഞു. അപ്പോൾ 250 രൂപ 80 രൂപ കൂടി ടോട്ടൽ 330 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. 300 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് കിട്ടി, 650 രൂപ എനിക്ക് പ്രോഡക്റ്റിൽ ഡിസ്കൗണ്ട് ലഭിച്ചു. കഴിഞ്ഞിട്ടില്ല, ഇനി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇപ്പോൾ ഈ ഒരു പർച്ചേസ് ഈ മാസം ചെയ്തല്ലോ, ഇതിൻ്റെ പേരിൽ നിനക്ക് അടുത്ത മാസം ഒരു 600 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ, പ്രൊഡക്റ്റ് വൗച്ചർ കിട്ടുമെന്ന് പറഞ്ഞു. അതിൽ എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങാം. ഞാൻ ആകെ ഫ്ലാറ്റായി പോയി, കാരണം നമ്മൾ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് വാങ്ങി ഇത്രയും നാളെ ഞാൻ 3000 രൂപ 4000 രൂപ ഓരോ ഷോപ്പിൽ പോയി പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അടുത്ത മാസം 600 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കുന്നു എന്നുള്ളത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ മോദിക്കയിൽ അങ്ങനെ ഈ പറയുന്ന പോലെ പറയുന്ന 3300 3400 rupees പർച്ചേസ് ചെയ്തപ്പോഴത്തേക്കും അടുത്ത മാസം എനിക്കൊരു 600 രൂപയുടെ പ്രൊഡക്റ്റ് എനിക്ക് ഫ്രീ ലഭിച്ചു. അപ്പോൾ ടോട്ടൽ എനിക്ക് ലാഭിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1850 രൂപ എനിക്ക് ലാഭിച്ചു. ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയത് ഒരു 4000 രൂപ ആയിട്ടാണെന്നുണ്ടെങ്കിൽ 1850 രൂപ എനിക്ക് ക്യാഷായിട്ടും പ്രൊഡക്റ്റ് വൗച്ചേഴ്സായിട്ടും പ്രൊഡക്റ്റായിട്ടും ഡിസ്കൗണ്ടായിട്ടും എനിക്ക് തിരിച്ച് ലഭിച്ചു. ഒരു 47% ഡിസ്കൗണ്ടിലേക്ക് വീട്ടിലേക്ക് പ്രൊഡക്റ്റ് വാങ്ങുന്നൊരു സിസ്റ്റം മോദിക്കായിരുന്നു. എനിക്ക് വളരെ സന്തോഷം ഇത് കേട്ടപ്പോൾ 47% ഡിസ്കൗണ്ട് എന്നുള്ളത്. പക്ഷേ പിന്നീട് ഞാൻ അടുത്ത് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിക്കയിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നീ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുവാണെന്ന് ചിന്തിക്കുക. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഫസ്റ്റ് ഒരു സെഗ്മെൻറ്റിൽ എന്തുണ്ട്, മോദിക്കെയറിൽ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, നെല്ലിക്ക ജ്യൂസ്, കറ്റാർവാഴ ജ്യൂസ്, നോനി ജ്യൂസ്, ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസ്, ചവനപ്രാഷ്, അതോടൊപ്പം തന്നെ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. തൊട്ടപ്പുറത്തെ കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ട് കളർ കോസ്മെറ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. കോസ്മെറ്റിക്സ് നമുക്കൊരു സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ അങ്ങനത്തെ ഷോപ്പിലേക്ക് കയറി നമുക്ക് കോസ്മെറ്റിക്സ് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കോസ്മെറ്റിക്സ് മോദിക്കയിലുണ്ട്. സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉണ്ട്, തൊട്ടപ്പുറത്തെ കൗണ്ടറിൽ എന്തുണ്ട്, സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉണ്ട്, ഫേസ് വാഷ്, ഫേസ് പാക്ക്, ഫേഷ്യൽ കിറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത അതിൻ്റെ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റേഡിയേഷൻ പ്യൂരിഫയർ, എയർ പ്യൂരിഫയർ, മൊബൈൽ ഫോണിൻ്റെ ചാർജിങ് കേബിൾ, അങ്ങനെയായിട്ട് 2-3 പ്രോഡക്റ്റ് ഇലക്ട്രോണിക്സ് കാറ്റഗറിയിൽ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അടുത്ത കാറ്റഗറി പേഴ്സണൽ കെയർ, അതായത് നമുക്ക് ഡെയിലി യൂസ് പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഹാൻഡ് വാഷ്, ഷാംപൂ, ഹെയർ ഓയിൽ, കണ്ടീഷണർ, ബേബി കെയർ പ്രോഡക്ട്സ്, ലേഡീസിന് സാനിറ്ററി നാപ്കിൻ, മെൻസ് ഗ്രൂമിംഗ് പ്രോഡക്റ്റ്, ബോഡി ലോഷൻ, ബോഡി സ്പ്രേ, അങ്ങനെയൊക്കെ ആയിട്ട് പേഴ്സണൽ നമുക്ക് ഡെയിലി യൂസിൻ്റെ പ്രോഡക്റ്റ് പേഴ്സണൽ കെയർ കാറ്റഗറി വരുന്നുണ്ട്. ഇനി അടുത്ത കാറ്റഗറി ഫുഡ് ആൻഡ് ബിവറേജസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതിൽ നമുക്ക് ടീ പൗഡർ, കോഫി, ബ്രാൻ ഓയിൽ, ഗീ, അതുപോലെ തന്നെ കുറേ മസാല പൗഡേഴ്സ് ലഭിക്കുന്നുണ്ട്. ചിക്കൻ മസാല, മീറ്റ് മസാല, ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഈ പറയുന്ന റെഡി ടു ഈറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഫുഡ് ആൻഡ് ബിവറേജസ് കാറ്റഗറി വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത കാറ്റഗറിയിൽ പോകുമ്പോൾ ക്ലീനിങ് പ്രോഡക്റ്റാണ്. നമുക്ക് ഫ്ലോ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, ഡിഷ് വാഷർ, ഗ്ലാസ് ക്ലീനർ, അതുപോലെ തന്നെ നമ്മുടെ വാഹനം വൃത്തിയാക്കുന്ന ഷാംപൂസ്, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് വരുന്ന ക്ലീനിങ് പ്രോഡക്റ്റ് അങ്ങനത്തെ ഒരു കാറ്റഗറി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാനിറ്റൈസേഴ്സ് വരുന്നുണ്ട്, അഗർബത്തീസ് വരുന്നുണ്ട്, ഓർണമെൻറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 13 കാറ്റഗറിയിലായിട്ട് മോദിക്കയിൽ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ 13 കാറ്റഗറി പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റിനൊക്കെ തന്നെ ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാനടുത്ത് ഗ്യാരണ്ടിയാണ്, കാരണം ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടി നമുക്ക് ലഭിക്കാനുള്ളത്, നമുക്ക് മൊബൈൽ ഫോണും ടി വി ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഗ്യാരണ്ടി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് സാധനം വാങ്ങുന്നതിൽ എന്ത് ഗ്യാരണ്ടി. അപ്പോൾ എൻ്റെ സിസ്റ്ററിന് മോദിക്കെയറിൽ ഗ്യാരണ്ടി ഉണ്ട്. എന്ത് ഗ്യാരണ്ടിയാണ്? 100% സാറ്റിസ്ഫാക്ഷൻ മണി ബാക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. മണി ബാക്ക് ഗ്യാരണ്ടി. അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. അപ്പോൾ സിസ്റ്റർ എനിക്ക് ഒരു പ്രൊഡക്റ്റ് എടുത്ത് കാണിച്ചു തന്നു. ആ പ്രൊഡക്റ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. നിങ്ങൾ ഈ കാണുന്ന പോലെ സ്റ്റേറ്റ്മെൻറ്റ്, ഐ പേഴ്സണലി ഗ്യാരണ്ടി ഫുൾ റീഫണ്ട് ഓഫ് യുവർ മണി ഇഫ് യു നോട്ട് 100% സാറ്റിസ്ഫൈഡ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ MDയുടെ സിഗ്നേച്ചറും ഓരോ പ്രൊഡക്റ്റിൻ്റെ ബാക്കിലും ഉണ്ട്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് 30 days യൂസ് ചെയ്ത് നോക്കാം. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പേസ്റ്റ് വാങ്ങിച്ചിട്ട് എനിക്കൊരു 5 ദിവസം പല്ല് തേച്ച് നോക്കാം. ആ പ്രൊഡക്റ്റിന് 25% കാൽഭാഗം ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വാങ്ങി ഇൻവോയ്സ് ആയിട്ട് തിരികെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി ഫ്ലാറ്ററായി, കാരണം വീട്ടിലേക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും ചായപ്പൊടിക്കും ഒക്കെ തന്നെ ഗ്യാരണ്ടി കിട്ടുന്ന ഒരു ഷോപ്പ്, ആ ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് മോദിക്കെയർ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഈ ഗ്യാരണ്ടി ഞാൻ പേഴ്സണലി പോയിട്ട് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞാനൊരു ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ട് ആ ഫൗണ്ടേഷൻ ആ ഫ്രണ്ടിൻ്റെ സ്കിൻ കളറായിട്ട് മാച്ച് ആവാത്തതിൻ്റെ പേരിൽ ഞാൻ കൊണ്ട് റിട്ടേൺ ചെയ്തിട്ടും എന്ത് ചെയ്തു, എനിക്ക് കമ്പനി ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തു. സോ 100% മണി ബാക്ക് ഗ്യാരണ്ടി കിട്ടും എന്നുള്ള കാര്യം എനിക്ക് അവിടെ തെളിഞ്ഞു. പിന്നെ അടുത്ത ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്, പ്രൊഡക്റ്റുകൾ എവിടെ കിട്ടും?
പ്രൊഡക്റ്റ് എവിടെ കിട്ടുന്നു എന്നുള്ളതിനുള്ള ഉത്തരം പറഞ്ഞത് ഓൾ ഇന്ത്യ 15,000 മേലെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഉണ്ട്, അതായത് മോദിക്കയർ ഷോപ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം 330 മേലെ മോദിക്കയർ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഉണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് എൻ്റെ വീടിൻ്റെ ഇടവഴി ഇറങ്ങി കഴിഞ്ഞാൽ നേരെ കാണുന്നത് മോദിക്കയർ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ആയിരുന്നു. അത്ര അടുത്ത് എനിക്ക് മോദിക്കയർ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഉണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ഷോപ്പ് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൺലൈൻ ഓർഡറിംഗ് ഉണ്ട്. ഇന്ത്യയിൽ ഏകദേശം 17,000 മേലെ പിൻകോഡിൽ സർവീസബിൾ ആണ്. അതായത് നമുക്ക് ഓൾമോസ്റ്റ് എവിടെ ചെന്നാലും നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം നമുക്ക് വീട്ടിലേക്ക് ഡെലിവർ ചെയ്തോളും. അപ്പോൾ ഇത്രയും പറഞ്ഞ പോലെ പ്രൊഡക്റ്റുകളുടെ അവൈലബിലിറ്റി പറഞ്ഞു. ഇനി ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളൊക്കെ മനസ്സിലാവുന്ന ചോദ്യമാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു കമ്പനിയിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം വരുമ്പോൾ നമുക്ക് യൂഷ്വലായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തായാലും പറയാൻ പറ്റുന്നൊരു കാര്യമാണ് മിനിമം പർച്ചേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര രൂപ നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കിത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ മിനിമം ഒരു പർച്ചേസ് എന്നുള്ളൊരു കാര്യം ഉണ്ട്. ഞാൻ ചോദിച്ചു അങ്ങനെ മിനിമം പർച്ചേസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു മിനിമം പർച്ചേസ് ഒന്നുമില്ല, ഫ്രീ ജോയിനിങ് ആണ്. ഇനി ഡിസ്കൗണ്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ ഒന്ന് പരിശോധിച്ച് നോക്കാൻ പറഞ്ഞു. ആ ടേബിളിൽ കാണിച്ചു തന്നു, നമ്മളിപ്പോൾ ഒരു 1000 രൂപയ്ക്ക് താഴെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് 500 രൂപക്കോ 400 രൂപക്കോ 100 രൂപക്കോ അല്ലെങ്കിൽ 50 രൂപക്കോ പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിൽ തന്നെ എപ്പോഴും നമുക്ക് അപ് ടു 20% ഡിസ്കൗണ്ട് ഓൺ MRP നമുക്ക് ഓൾവേസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് 20% അപ് ടു 20% ഡിസ്കൗണ്ട് നമുക്ക് എന്തെങ്കിലും സേവിങ്സിൽ നമുക്ക് വീട്ടിലേക്ക് പ്രൊഡക്റ്റ് വാങ്ങാം. ഇനി അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ ഒരു 1000 രൂപയ്ക്ക് മേലെയാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾവേസ് 20% ഡിസ്കൗണ്ട് അപ് ടു 20% ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൂടാതെ ഒരു 10% ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഒരു 100 രൂപയുടെ അടുക്ക് ഫ്രീ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടും നമ്മൾ 1000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് വാങ്ങിയതിൻ്റെ പേരിൽ. സോ എനിക്ക് ഏകദേശം 30%ഓളം സേവിങ്സിൽ എനിക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. ഇനി ഉദാഹരണം ഒരു 1800 മേലെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 30 PV മോദിക്കയറിൻ്റെ കണക്കിൽ ഒരു 30 PV എന്ന് പറയും, ആ ഒരു 30 PVക്ക് മേലെ പർച്ചേസ് ചെയ്താലോ എനിക്ക് അഗെയിൻ ആസ് യൂഷ്വൽ 20% ഡിസ്കൗണ്ട് അപ് ടു 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്, 10% ഫ്രീ പ്രോഡക്റ്റ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് പെർഫോമൻസ് ക്യാഷ് ബാക്ക് 5% ലഭിക്കുന്നുണ്ട്, മിനിമം 5% ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 200 രൂപയുടെ പ്രൊഡക്റ്റ് വൗച്ചറും എനിക്ക് ലഭിക്കുന്നു. ഏകദേശം 41%ഓളം ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കും ഒരു 1800 രൂപയുടെ പർച്ചേസിൽ. ഇനി അഗെയിൻ ഒരു 3,500 അബവ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ആസ് ഓൾവേസ് അപ് ടു 20% ഡിസ്കൗണ്ട് ഉണ്ട്, ഒരു 10% ഫ്രീ പ്രോഡക്റ്റ്, ഒരു 300 രൂപ മേലെ ഫ്രീ പ്രോഡക്റ്റ് കിട്ടും, എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്, സൂപ്പർ ബോണസ് ഉണ്ട് 250 റുപ്പീസ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 600 രൂപയുടെ പ്രൊഡക്റ്റ് വൗച്ചറും ലഭിക്കുന്നുണ്ട്. ഏകദേശം 53% മേലെ ഡിസ്കൗണ്ടിൽ സേവിങ്സിൽ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് വാങ്ങാം. എനിക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങാൻ പറ്റുന്നുള്ള കാര്യവും പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊള്ളാടോ സംഭവം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം മിനിമം പർച്ചേസ് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമുക്ക് ഫ്രീഡം ഓഫ് ചോയ്സിൻ്റെ പ്രൊഡക്റ്റിന് ഗ്യാരണ്ടി ആയിട്ട്. പിന്നെ ഞാൻ ചോദിച്ചു, പക്ഷേ മോദിക്കയറിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മളിനി ആളുകളെ ചേർക്കേണ്ട ആവശ്യമുണ്ട്, ഞാനിത് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതിനുള്ള ഉത്തരം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നിനക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിനക്കൊരു കസ്റ്റമറായിട്ട് നിൽക്കാം, എപ്പോഴും എൻ്റെ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റ്, എനിക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കൊണ്ട് എനിക്ക് എപ്പോഴും ഒരു കസ്റ്റമറായിട്ട് നിൽക്കാം. ഈ കാണുന്ന ഡിസ്കൗണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നാൽ ഇത്രയും ഡിസ്കൗണ്ടുകളിൽ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്താണ്, എനിക്കിതൊരു പാർട്ട് ടൈം ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ നിലവിൽ ഇൻകം കൂടാതെ എനിക്കൊരു അഡീഷണൽ ഇൻകം, നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു പാർട്ട് ടൈം ആയിട്ടൊരു എന്തെങ്കിലും ഒരു ഇൻകം കിട്ടിയെന്നുണ്ടെങ്കിൽ, അങ്ങനെ അഡീഷണൽ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും മോദിക്കയർ യൂസ് ചെയ്യാം, ഒരു പാർട്ട് ടൈം ഇൻകം ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ആൻഡ് തേർഡ് ഓപ്ഷൻ ഇസ് ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്. എനിക്കൊരു ഷോപ്പായിട്ട് ഒരു ബിസിനസ്സായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിൻ്റെ ഓണർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയും ചെയ്യാം. 3 ഓപ്ഷൻസ് എനിക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നു. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷൻസ് എനിക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാന്നുള്ള എൻ്റെ ഫ്രീഡം മാത്രമായിരുന്നു. സോ ഇതാണ് മോദിക്കയർ. ആൻഡ് നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഒരു കസ്റ്റമർ, ഒരു പാർട്ട് ടൈം ഇൻകം ആൻഡ് ഓൾസോ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്. ഇതിലേതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത വ്യക്തിയെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് സൽമാൻ സൈനിങ് ഓഫ്. ബൈ.